നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി വി അബ്ദുൽ ഗഫൂർ. മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലെ MLA മന്ത്രിയുമായ പി രാജീവിന്റെ വികസനം ഫ്ലെക്സുകളിൽ മാത്രമാണെന്നും ഗഫൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കിലാഫ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കളമശ്ശേരി ഇത്തവണ തിരിച്ചുപിടിക്കാൻ വേണ്ടി UDF ഇറക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സമന്തനായ നേതാവായിട്ടുള്ള വി അബ്ദുൽ ഗഫൂറിനെയാണ്. അബ്ദുൽ ഗഫൂറാണ് നമ്മളോടൊപ്പം ചേരുന്ന. പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിച്ചു. UDF വലിയ പ്രതീക്ഷയിലാണ്. കേരളമൊട്ടാകെ UDFന് അനുകൂലമായ ഒരു തരംഗമാണുള്ളത്. അതിനോടൊപ്പം കളമശ്ശേരിയും നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ആദ്യഘട്ട പ്രചരണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു തീരുമാനങ്ങൾ? അവര് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന MLA ശ്രീ VK ഇബ്രാഹിം കുഞ്ഞിനോട് കാണിച്ചിട്ടുള്ള സ്നേഹം, ആ സ്നേഹം തീർച്ചയായിട്ടും അവർ എനിക്കും തരുന്നുണ്ട്. അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് വലിയൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. എന്താണ് മുന്നോട്ടൊക്കെ വെക്കുന്ന പ്രധാന അജണ്ട, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടുന്ന വികസന പ്രവർത്തനങ്ങളാണോ? എന്താണ് UDF കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ 2011 മുതൽ ഇത് രൂപീകൃതമായ സമയം മുതൽ നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതുതന്നെയാണ് UDFന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ UDFന്റെ കാലത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഒരു തുടർച്ചയാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വി അബ്ദുൽ ഗഫൂർ. എന്തായാലും കളമശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ അലോഷിയോടൊപ്പം കിലാഫ് അഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.